ഈ ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് പാലക്കാട് ജയിക്കുമെന്നൊക്കെ ഒരു ഉറപ്പ് വന്ന സമയത്ത് പത്രക്കാർ വല്ലാതെ അങ്ങ് വേട്ടയാടുന്നുണ്ട് അവരെ. എന്ന് മാത്രമല്ല അവരൊരു കള്ളിയാണെന്നുള്ള മട്ടിലൊക്കെ വേദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചില ബിഗ് ടി വി എന്നോ ഒക്കെ പറയുന്ന ചില ഇന്നലെ കുറിച്ച ചില ചാനലുകളുടെ ബിഗ് ടി വി മീഡിയ ഒന്നുമാണ്. ഷീ ഈസ് മോർ സിൻഡ് അഗെയിൻസ്റ്റ് ദാൻ സിൻഡ് എന്ന് തോന്നുന്നില്ല. എന്ത് പറയുന്നു താങ്കൾ? താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, ശോഭാ സുരേന്ദ്രനെ വേട്ടയാടാൻ മാധ്യമങ്ങൾ ശ്രമിച്ച് തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, കാലാകാലങ്ങളായിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിൽ ശോഭയുണ്ടോ അവരുടെ പേരിലൊരു വിവാദമുണ്ട് എപ്പോഴും. അത് മാധ്യമങ്ങൾ ശോഭ കെടുത്താൻ വേണ്ടി അത് മാധ്യമങ്ങൾ ബോധപൂർവം ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് ഉള്ളത്, മാധ്യമങ്ങൾ മാത്രമല്ല. മാധ്യമങ്ങൾക്ക് ഓരോ മാധ്യമത്തിനും ഇവിടുത്തെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് ഒന്നുകിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്നായിരിക്കും. അല്ലാതെ ശോഭയെ പിന്തുണയ്ക്കുന്ന ഒരു അജണ്ട ഒരു മാധ്യമത്തിനുമില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇപ്രാവശ്യം ശോഭ വോട്ടിന് കാശ് കൊടുത്തു എന്നൊരു കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശോഭ ജയിക്കുമെന്ന് അവിടുത്തെ മുഖ്യ എതിരാളിയായ കോൺഗ്രസ്സുകാർക്ക് ഏതാണ്ട് ബോധ്യമായി. അതവിടെ ശോഭ ചെന്ന് നിന്നപ്പോൾ മുതൽ തന്നെ അവർക്ക് അതിൻ്റെ ഭയം ഉണ്ടായിരുന്നു. അപ്പം ഈ പൈസ ഈ ഒരു ക്യാമറയിൽ കാണിച്ച കാര്യങ്ങളെല്ലാം ഇത് ഓർഗനൈസ് ചെയ്ത ഒരു ക്രൈമാണ്. മീഡിയ ഒന്നിലെ ഒരു മാധ്യമപ്രവർത്തകനും ആലപ്പുഴക്കാരി ബിന്ദുവിന്റെ അതൊക്കെ ഉണ്ട് അതിനകത്ത്. മീഡിയ ഒന്നിലെ ഒരു മാധ്യമപ്രവർത്തകനും വേറെ ചില ആളുകളും ഇതിന്റെ പിന്നിലുള്ള മെയിൻ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലാണ് ഇത്. കാരണം അയാൾ ഇത് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. പാലക്കാട് ഒരു കോൺഗ്രസ്സുകാരനല്ലാതെ വേറെ ആരെങ്കിലും ജയിച്ചു വന്നാൽ അയാൾക്ക് തിരിച്ചങ്ങോട്ട് ഇനി വരാനൊക്കില്ല. പ്രത്യേകിച്ച് BJP-ക്കാർ വന്നാൽ അയാൾക്ക് പാലക്കാടേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അയാൾക്ക് പാലക്കാട് അയാളുടെ ഒരു വികാരമാണ്. അപ്പൊ അയാൾക്ക് തിരിച്ചു വരണം. അപ്പൊ ശോഭയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു രാഷ്ട്രീയമായിട്ടൊക്കെ കഴിഞ്ഞ ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പുള്ള കൊട്ടിക്കലാശത്തിൽ പാലക്കാട് നഗരത്തിനെ വിറപ്പിച്ച ഒരു വലിയ പ്രകടനം, അതും സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ഒരു പ്രകടനം നടന്നു ശോഭയ്ക്ക് വേണ്ടി. അത് കണ്ടപ്പോഴാണ് ഇവരുടെ എല്ലാം ഹാലിളകിയത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ശോഭ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാലും തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ്. അപ്പോൾ അത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ ജയിച്ചു കഴിഞ്ഞാലും നിയമസഭയിൽ അയാൾ ഇരിക്കരുത്. എന്നും കോടതി കയറി നടക്കാൻ ഒരു കടലാസ് ഇട്ടിരിക്കുകയാണ് അവർ, ഒരു തുണ്ടിട്ടിരിക്കുകയാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് എനിക്കെതിരെയും ഞാൻ തൃശ്ശൂർ മത്സരിച്ചപ്പോൾ ഇതുണ്ട്. ശരിയാണ്. സുരേഷ് ഗോപിയെ കുറിച്ച് എന്തെല്ലാം വ്യക്തിപരമായ ആരോപണങ്ങളാണ് വന്നത്. പിന്നെ ശോഭയെ അങ്ങ് ടാർണിഷ് ചെയ്യുക, അതായത് ഇവരൊരു കൊള്ളരുതാത്ത സ്ത്രീയാണെന്ന് വരുത്തിക്കാൻ പോലും ശ്രമം ഇപ്പൊ നടക്കുന്നുണ്ട്. ഈ അല്ലെ മറ്റ് മത്സരിക്കുന്ന സ്ത്രീകളെക്കാൾ എന്ത് കുഴപ്പമാണ് ശോഭയ്ക്കുള്ളത്? വരുത്തി ഓരോന്നോരോന്ന് കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ ആലപ്പുഴക്കാരി, അവര് പഴയ BJP-കാരിയാണ്. അല്ല, അവരെ ഇതിൽ കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് ക്ലിക്കാണ്, ഷാഫി പറമ്പിലാണ്. എന്നിട്ട് അത് അവരെ ഉപയോഗിച്ചാണ് ഇപ്പോ ഈ പാർട്ടിയിൽ നിന്ന് ഈ ആരോപണം വന്നു, സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യപ്പെടുന്നതിന് മുമ്പാണ് അവര് ഒരു ശോഭയും ഇവരും തമ്മിലുള്ളൊരു സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതിനെതിരെ ശോഭ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ആകെ കുഴപ്പമായിരുന്നു. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നിർത്തുകയൊന്നുമില്ല. ഞാൻ BJP-ത്തിനെ തുടർന്ന് ഞാൻ വേറൊരു പാർട്ടിയിലും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ശോഭയ്ക്കെതിരെ വ്യക്തിപരമായ ആരോപണം, തീവ്രവാദ ബന്ധം വരെ ശോഭയ്ക്കെതിരെ ആരോപിച്ചിരിക്കുന്നു. ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ഒരാൾ പാലക്കാട് കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ, ഒരു RSS പ്രവർത്തകൻ. അയാളുടെ മരണത്തിൽ വരെ ശോഭയ്ക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഏറ്റവും ഹീനമായ കാര്യങ്ങൾ കേട്ടാൽ ഒരാൾക്കും പ്രഥമ ദൃഷ്ട്യാ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ കൊണ്ട് കരി തേക്കുകയാണ് ശോഭയ്ക്ക്. സൈബർ ആക്രമണവും അതുപോലുണ്ട്. ഒരു തരം എന്താ പറയുക, ഗിബൽസിയൻ തന്ത്രങ്ങൾ ആണ് അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ പ്രയോഗിച്ചിരിക്കുന്ന പറയേണ്ടി വരും. പക്ഷേ ഇതിലൊരു കാര്യം ഉറപ്പാണ്, ശോഭ വൻ ഭൂരിപക്ഷത്തോടെ അവിടെ ജയിക്കും. കേരളത്തിൽ ഒരാളും BJP-യുടെ സ്ഥാനാർത്ഥിയും ജയിച്ചില്ലെങ്കിലും ശോഭ വൻ ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് ജയിക്കും. പക്ഷേ ഷാഫി പറമ്പിലും ബിന്ദു എല്ലാം കൂടെ ചേർന്ന് തോൽപ്പിക്കുമോ? ഇല്ല, അവർക്ക് തോൽപ്പിക്കുക. കാരണം ഈ സംഗതി വന്ന് ഈ
ഓഡിയോ ക്ലിപ്പും വിഷ്വലും. അല്ല, ഞാനൊന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ട്. ഒന്നാമത്, ഈ പൈസ കൊടുക്കുന്നതായിട്ട് എന്തെങ്കിലും എവിഡൻസ് താങ്കൾ ഈ കണ്ട ഫോട്ടോകളിലോ വീഡിയോകളിലോ ഇല്ല. എവിടെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ പറയാൻ വന്നത്. അതാണ് കാരണം ഈ സാധനം ഒരു ഫേക്ക് വീഡിയോ ആണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പിന്നെ പോലീസിൽ ഇത് പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ പരാതി പോയിട്ടുണ്ട്. പച്ചയായ തെളിവുകൾ എന്നാണ് ചിലർ. അതെ, അവരിതൊക്കെ പരിശോധിക്കും. ശരിയാണ്, പച്ചയായ തെളിവാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞപ്പോ ഒരു പച്ച എന്നുള്ള കൊട്ടേഷൻ കൊടുക്കും, അങ്ങനെ ഒരു തെളിവാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കും. അപ്പൊ അവർക്ക് ഇതൊന്നും. ഇനി വേറെ ഒരു ചോദ്യം കൂടെ. അപ്പോ ഈ പൈസ കൊടുത്താൽ ഇവരുടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അവരുടെ സാമാജികത്വം അവസാനിക്കുമോ? അല്ല, MLA സ്ഥാനം പോവുമോ? അല്ല 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 ഇവര് ഇതുകൊണ്ടൊന്നും പോകില്ല. അത് ഇവർ പൈസ കൊടുത്തു എന്ന് ഈ അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടാൽ, ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ചിലപ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടാവാം. ഇവരുടെ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അസാധുവാക്കാൻ നീക്കം നടന്നു വരാം. പക്ഷെ ഒരു കാരണവശാലും ഈ കാര്യം ഉറപ്പാണ്, ഇത് അന്വേഷിച്ച് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അമ്മമ്മ ഒരു പെൻഷൻ വാങ്ങിക്കാൻ പോലും പറ്റാ. അമ്മച്ചി അവിടെ പെൻഷൻ വാങ്ങിച്ചിരുന്നപ്പോ പിന്നെ ഒരു മാനുഷിക പരിഗണനയുടെ ഇതിൽ പറഞ്ഞാല്, ഒരു പ്രായമായ സ്ത്രീയെ കാണാൻ ചെന്നു, അവർ എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല, 5000 രൂപ വേണമെന്ന് പറഞ്ഞു. ഇവരപ്പ കൊടുത്തില്ല. ഇവർ കാണിക്കുന്നതിന്റെ വെച്ച് പറയാണ്. ഒരു പക്ഷേ ഇവർ കൊടുത്തെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഇലക്ഷന്റെ തലേ ദിവസമാണെന്നുള്ളൊരു കുഴപ്പമുണ്ട്, പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ വ്യാപകമായിട്ടില്ലെങ്കിൽ ഇതൊരു അഴിമതിയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഒന്നാമത്. രണ്ടാമത്, വേറെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തതാണ്. പൈസ കൊടുക്കാറുണ്ട്, കിറ്റ് കൊടുക്കാറുണ്ട്, ഇലക്ഷന് തൊട്ടു മുമ്പ് സർക്കാർ തന്നെ കിറ്റ് കൊടുക്കാറുണ്ട്. ഇതൊന്നും കുറ്റമല്ലേ? എന്ത് ചോദിച്ചാലും കിട്ടും, ഇതെല്ലാം കിട്ടും. അതെ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഈ ശോഭയ്ക്കെതിരെയുള്ള ആരോപണം ഒരിക്കലും ഒരു വിഷയമേ ആവാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പൊ പൊതുജനത്തിന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അത് ഇലക്ഷന് നന്നായിട്ട് പ്രതികരിച്ചിട്ടും ഉണ്ടാവും. പാലക്കാട് അപ്പൊ BJP ഉറപ്പാണ്. ഈ കേരളത്തിൽ ഒരു സീറ്റിലും ജയിച്ചില്ലെങ്കിലും ആ പാലക്കാട് ജയിക്കും. അപ്പൊ പാലക്കാട് ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രസിന് ഒരിക്കലും ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരിക്കലും. പിന്നെ ഇതിലൊക്കെ ഈ ശോഭയ്ക്കെതിരായിട്ടുള്ള ആരോപണം, ശോഭയ്ക്ക് ശത്രുക്കൾ പുറത്തു മാത്രമല്ല അകത്തുമുണ്ട്. BJPക്ക് അകത്തു നിന്ന് തന്നെ ശോഭയ്ക്കെതിരെയുള്ള പ്രവർത്തനം. അതിലൊന്നാണല്ലോ ബിന്ദു. അവരൊന്ന് ബിന്ദു. പിന്നെ വേറെ ഒരു പേര് ഈ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത്, അവിടെ പ്രശാന്ത് ശിവൻ എന്ന് പറഞ്ഞ മൂത്തോർ സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ട്. അയാൾക്ക് പാലക്കാട് മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല. അതിൻ്റെ ദേഷ്യം അയാൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ കുറേ മുൻപ്. പക്ഷേ അതൊന്നും നമ്മൾ 100% മുഖവിലേക്ക് എടുക്കണ്ട. കാരണം ഈ ഇതുണ്ടാക്കിയ കാണും. അല്ല, ഈ ഇഷ്യൂ ഉണ്ടാക്കിയ ശക്തികൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ അത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ നടക്കുന്നു. അതുമാത്രമല്ല, ഈ സംഭവം നടന്ന് ശോഭയുടെ പിറ്റേ ദിവസം ഒരു BJP നേതാവിൻ്റെ, അതായത് സുരേന്ദ്രൻ്റെ ആണെന്നും പറഞ്ഞ് ഒരു പ്രസ്താവന ശോഭയ്ക്കെതിരെ സോഷ്യൽ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. പക്ഷെ ഒരു മണിക്കൂറിനുള്ളിൽ അത് പിൻവലിക്കപ്പെട്ടു. വെറുതെ സുരേന്ദ്രൻ അങ്ങനെ ഇല്ല, സുരേന്ദ്രനൊന്നും ചെയ്തല്ല. അവർക്ക് തമ്മിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ കാണാം. പക്ഷെ ഇത്തരം പരസ്യമായ ഹീനപ്രവൃത്തികളൊന്നും അവരാരും ചെയ്യില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.